നമുക്കിച്ചിരി മൾബറി കുടിച്ചാലോ? ഈ മൾബറിയായിട്ട് എനിക്കുള്ള ബന്ധം അങ്ങ് വളരെ പണ്ടാണ് കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ സിൽക്ക് വേമിനെ പറ്റി പഠിച്ചപ്പോഴാണ് ഞാൻ ഈ മരത്തെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. അന്ന് ഞാൻ വിട്ടതാണ് ഈ മൾബറീനെ. പക്ഷേ പിന്നെ ഞാൻ കാണുന്നത് ഇവിടെ പ്രണവേൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിറയെ പഴങ്ങളായിട്ട് ഏകദേശം ഈ മെയ് മാസമൊക്കെ ആകുമ്പോൾ ഇത് നിറയെ കഴിക്കും. അപ്പം അതിലുള്ള ആ കറുത്ത പഴങ്ങൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതിന് വേണ്ടി പിന്നെ അടിയും പിടിയായിരിക്കും ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇത് അഗിയൻ്റെ വീട്ടിലാണ് മരം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മുകളിൽ നിന്ന് താഴെ വരും ഇത് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിറയെ ഞങ്ങൾ പറിച്ച് കയ്യിലെടുക്കും. അപ്പോൾ അമ്മയും ഞങ്ങൾ കൂടെ കൂടും കേട്ടോ. നല്ല ഹൈറ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അഗിയനും പ്രണവനും എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് പറിച്ചെടുക്കുന്നത്. ഒരു മരമൊന്നും അല്ല കേട്ടോ ഉള്ളത്, ഇഷ്ടം പോലെ ഉണ്ട്. ചിലത്തിലൊക്കെ പുഴുവുണ്ട്. അതുകൊണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ബദ്രി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഈ പറിക്കുന്നതും പറിച്ചെറിയുന്നതും ഒക്കെ. കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് ഇരുമ്പൻ പുളി കൂടി പറിച്ചെടുത്തു. ഞങ്ങളിവിടെ ഇരുമ്പൻ പുളി എന്ന് പറയും, ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും അല്ലേ പറയുക. അപ്പം ഞങ്ങൾ ഈ പ്ലേറ്റുമായിട്ട് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം ഞാൻ ഓരോന്നെടുത്ത് കഴിച്ചു കേട്ടോ. ആ ചുവന്ന് കിടക്കുന്ന മൾബറിയില്ല, അന്ന് ഭയങ്കര പൊടിയാണ് കേട്ടോ. പക്ഷേ കറുത്തതാണ് പഴുത്തത്. അതിന് നല്ല മധുരമായിരുന്നു കേട്ടോ. നല്ലൊരു വയലറ്റ് കളറും ഉണ്ടായിരുന്നു. ഈ ബ്ലാക്ക് ബെറിക്കൊക്കെയുള്ള ഒരു ടൈപ്പ് കളറില്ലേ, അങ്ങനത്തെ ഒരു കളറ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ആ ഗേട്ടനും പിന്നെ പ്രണവേൻ്റെ അമ്മയും എല്ലാവരും കൂടെ ചേർന്ന്. ഞാൻ ബദ്രിക്കും ഒരു 1-2 കൊടുത്ത് കാണണം. അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് കഴിക്കുമ്പോൾ. അവനും കഴിച്ചു. പക്ഷേ എനിക്ക് അവന് കൊടുക്കാൻ പേടിയായിരുന്നു. ബിക്കോസ് അവനൊരു വയസ്സായിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ കൊടുക്കാൻ പറ്റുന്ന ഫുഡിൻ്റെ കൂട്ടത്തിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇതിന് അലർജിറ്റിക് ആണോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ അവനൊരു 2-3 കൊടുത്ത് കാണണം. അത്രയും ഞാൻ അവന് കൊടുത്തുള്ളൂ. പിന്നെ എനിക്ക് പേടിയായി സത്യം പറഞ്ഞാൽ. എന്നാലും അവൻ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അത് മതിയായിരുന്നു എനിക്ക്. പിന്നെ കൂട്ടത്തിൽ അവന് ഇരുമ്പും പുളി കൊടുത്തപ്പോൾ അവൻ ജസ്റ്റ് നാവിന് ഞാനിങ്ങനെ ഗേട്ടൻ തൊടിയിച്ച് കൊടുത്ത് നോക്കിയപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറുന്നൊരു മാറ്റമാണ്. പക്ഷേ ആശാന് പുളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.